ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ മാലിയിലെ വിശേഷങ്ങളാണ് നമ്മൾ ഈ കഴിഞ്ഞ കുറേ വ്ളോഗുകളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് മാലിയിലെ നമ്മുടെ ഗതാഗതം, അതായത് ട്രാൻസ്പോർട്ടേഷൻ, അതായത് ബസ് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പം ഞാനിവിടെ മാലി വന്നതിന് ശേഷം ഇവിടെ എങ്ങനെയാണ് ഞാൻ സഞ്ചരിച്ചത്. അപ്പം മാലി വന്നതിന് ശേഷം ആദ്യം ഞാൻ എൻ്റെ ജോലി സ്ഥലത്തേക്ക് പോയത് ടാക്സി പിടിച്ചായിരുന്നു. കാരണം ഇപ്പോൾ നമുക്കിവിടെ പുതിയ സ്ഥലമാണ്, അപ്പോൾ നമുക്ക് ഇവിടുത്തെ സ്ഥലങ്ങളൊന്നും അറിയത്തില്ല. എവിടെയാണ് ബസ്സുണ്ട് ഇവിടെ, പക്ഷേ എവിടെയാണ് ബസ് സ്റ്റോപ്പ് അതും നമുക്കറിയത്തില്ല. എവിടുന്ന് ടിക്കറ്റ് എടുക്കണം തുടങ്ങിയ കാര്യങ്ങൾ നമുക്കറിയാൻ മേലാത്തതുകൊണ്ട് ആദ്യം തന്നെ ഒരു ടാക്സി പിടിച്ച് എന്തായാലും സ്കൂളിലേക്ക് പോയി. സ്കൂളെന്ന് പറയുന്നത് ഹുളുമാലു എന്ന് പറയുന്ന സ്ഥലമാണ്, ഹുളുമാലെ എന്ന സ്ഥലത്താണ്. അപ്പോൾ ടാക്സിക്ക് ഇവിടുന്ന് ഞാൻ താമസിക്കുന്ന മാലയിലാണ്, അപ്പോൾ മാലയിൽ നിന്ന് അങ്ങോട്ടേക്ക് ടാക്സിക്ക് 100 രൂപയായി. അതായത് നമ്മുടെ 100 റുഫിയ. അപ്പം നാട്ടിലെന്ന് പറയുമ്പം 1 റുഫിയ എന്ന് പറഞ്ഞാൽ നാട്ടിൽ 5 രൂപയാണ്. അപ്പം 100 റുഫിയ എന്ന് പറയുമ്പോൾ 500 രൂപയാണ്. അപ്പം ഇവിടുന്ന് ഹുളുമാല വരെ 500 രൂപയാണ് ടാക്സിക്ക്. അതേസമയം നമുക്ക് ഈ മാലയിൽ തന്നെ, മലയെന്ന് പറയുന്നത് ഒത്തിരി വലിയ സ്ഥലമല്ല, എന്നാലും നമുക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ അത്യാവശ്യം പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ടാക്സി കിട്ടും. അപ്പം ഒരുവിധം നമ്മൾ എവിടെ ഇറങ്ങി നിന്നാലും നമുക്ക് ടാക്സി കിട്ടും. കാരണം ഇവിടെ ഒത്തിരിയും ടാക്സികളുണ്ട്. നമ്മുടെ നാട്ടിലെ പോലെയല്ല, ഇവിടെ ഇഷ്ടം പോലെ ടാക്സി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പം ടാക്സി എന്ന് ഉദ്ദേശിക്കുന്നത് കാറാണ് ഇവിടെ ടാക്സി ആയിട്ട് ഓടുന്നത്. അല്ല വേറെ ഇവിടെ ഓട്ടോറിക്ഷയോ അങ്ങനത്തെ നമ്മുടെ നാട്ടിൽ പോലത്തെ അങ്ങനത്തെ ടാക്സി ഒന്നുമില്ല. ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ കാറ്, പിന്നെ 2 വീലർ ടാക്സി ഉണ്ട്, ബൈക്ക്, സ്കൂട്ടർ പോലുള്ള അതുണ്ട്. പക്ഷേ അത് ഞാൻ അധികം കണ്ടിട്ടില്ല. ഞാൻ കൂടുതലും കാണുന്നത് ഈ കാറിൻ്റെ ടാക്സിയാണ്. നമ്മൾ നേരെ റൂമിൻ്റെ വെളിയിലോട്ട് ഇറങ്ങി നിന്ന് കഴിഞ്ഞപ്പോൾ തന്നെ കാണാം, ഇവിടെ ചെറിയ ഇടുങ്ങിയ റോഡിൽ കൂടെ വരെ ഈ കാറ് പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് എവിടെ നിന്നാലും നമുക്ക് ടാക്സി കിട്ടും. അപ്പം ഇവിടെ നമ്മുടെ ഈ മാലിയിൽ തൊട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ അടുത്തൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ അവരൊരു 30 രൂപ അല്ലെങ്കിൽ 40 രൂപയൊക്കെയാണ് അതിൻ്റെ ചാർജ് എന്ന് പറയുന്നത്. നമുക്ക് ദൂരെ പോകണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് കൂടത്തുള്ളൂ. അപ്പം വേറെ എന്ന് പറഞ്ഞാൽ ഇവിടെ ട്രാൻസ്പോർട്ടേഷന് ഉപയോഗിക്കുന്നത് വെച്ചാൽ ബസ്സാണ്. പക്ഷേ നമുക്ക് ഈ മാലയുടെ ഉള്ളിൽ നമുക്ക് ഈ ബസ് റൂട്ടില്ല. അതായത് മാലയുടെ വെളിയിൽ ഔട്ടറിൽ മാത്രമേ ഉള്ളൂ. എന്നുവെച്ചാൽ ഔട്ടർ റോഡിലാണ് ഈ ബസ് പോകുന്നത്. അപ്പം ഇപ്പം മാലയിൽ നിന്ന് ഹുളുമാലയിലേക്കും അതുപോലെ തിരിച്ചും നമുക്ക് വരണമെന്നുണ്ടെങ്കിൽ ബസ്സുണ്ട്. അപ്പം ഞാൻ ബസ്സിലും പോയിട്ടുണ്ട്. മാലയിൽ നിന്ന് ഹുളുമാലയിലേക്ക് ബസ് പോയിട്ടുണ്ട്. പക്ഷേ ബസ്സിന് പോവുകയാണെങ്കിൽ നമുക്ക് 10 രൂപയാകത്തുള്ളൂ. അതേസമയം ടാക്സിക്കാണെങ്കിൽ അവിടെ 100 രൂപയാവും. അപ്പം ബസ്സിൻ്റെ ടിക്കറ്റ് എന്ന് പറയുന്നത്, നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ബസ്സിൽ കയറിയിട്ട് ടിക്കറ്റ് എടുക്കുകയാണല്ലോ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ അങ്ങനല്ല. ഇവിടെ എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ നമുക്ക് ഒരു കാർഡുണ്ട്. ആ കാർഡ് എല്ലാവരും കുറേ പേര് ഞാൻ കണ്ടിട്ടുണ്ട്, കാർഡ് റീചാർജ് ചെയ്യുന്നിട്ട് അവർ ബസ്സിൽ കയറിയിട്ട് ആ കാർഡ് അവിടെ സെൻസറിൻ്റെ അവിടെ വെക്കുമ്പോഴത്തേക്ക് അങ്ങനെ എടുക്കുന്നത്, കാർഡിൽ നിന്ന് പൈസ എടുത്തോളും. പിന്നെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ടിക്കറ്റ് നമുക്ക് നേരത്തെ തന്നെ എടുക്കാം. അതായത് ഇവിടെ ടെർമിനലുണ്ട്. എല്ലാ ബസ് സ്റ്റോപ്പിലും കാണത്തില്ല, മെയിനായിട്ടുള്ള ബസ് ടെർമിനലുണ്ട്. അതായത് നമ്മുടെ ബസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് പോലെ. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ടിക്കറ്റ് എടുക്കാം. അപ്പം നമുക്കിപ്പം ഹുളുമാലയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ, ഹുളുമാല എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടിക്കറ്റ് തരും. പക്ഷേ നമുക്ക് എത്ര ടിക്കറ്റ് വേണമെങ്കിലും എടുക്കാം. ഇപ്പം 2, 3, 4 ടിക്കറ്റ് എടുത്ത് വെക്കാം. അപ്പോൾ ഒരു ടിക്കറ്റിന് നമുക്ക് ഒരാഴ്ച വാലിഡിറ്റി ഉണ്ട്. അപ്പോൾ ഒരാഴ്ച അത് ഉപയോഗിച്ച് നമുക്ക് പോകാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വശത്തേക്ക് ഒരു ടിക്കറ്റാണ്. അപ്പോൾ നമ്മൾ ബസ്സിൽ കയറുമ്പം ആ ടിക്കറ്റ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഒരു സൈഡിലേക്ക് പോകാൻ വേണ്ടി നമുക്ക് ഒരു ടിക്കറ്റ് ഉപയോഗിക്കാം. ആ ടിക്കറ്റ് ഉപയോഗിച്ച് നമുക്ക് ഇപ്പോൾ തന്നെ ഒരു തവണ ടിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ, 2 ടിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ടിക്കറ്റ് കൊണ്ട് അങ്ങോട്ടും പോകാം, മറ്റേ ടിക്കറ്റ് കൊണ്ട് തിരിച്ചും വരാം. അപ്പം ഒരു സൈഡിലേക്ക് 10 രൂപയേ ഉള്ളൂ. അപ്പം വേറൊരു കാര്യം എന്ന് വെച്ചാൽ ചിലർ അല്ലാതെ ആപ്പിനകത്തൊക്കെ അവർ ടിക്കറ്റ് ഓൾറെഡി ബുക്ക് ചെയ്ത് പിന്നെ അവർ കയറുമ്പോൾ ആ മൊബൈലിൽ ആ QR അവിടെ സ്കാൻ ചെയ്യത്തുള്ളൂ. അങ്ങനെയും ഇവിടെ യാത്ര ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ബസ്സിൽ ഇവിടെ നമ്മുടെ നാട്ടിൽ പോലല്ല, ഇഷ്ടംപോലെ ആൾക്കാർ ഇടിച്ചൊന്നും കയറത്തില്ല ഇവിടുത്തെ ബസ്സിൽ. ലിമിറ്റഡ് ആൾക്കാരെ ഇവിടുത്തെ ബസ്സിൽ കയറ്റത്തുള്ളൂ. ഇവിടെ ഡബിൾ ഡെക്കർ ബസ്സാണ്, അതായത് താഴെ മേളിലുണ്ട്. പക്ഷേ ഇവർ ആദ്യം ഇപ്പോൾ ഒരു ബസ് സ്റ്റോപ്പിൽ വന്ന് ബസ് നിർത്തിക്കഴിഞ്ഞാൽ ഇവിടെ ബസ്സിന് 2 ഡോർ, ഫ്രണ്ടിലൊരു കുറച്ച് ചെറിയൊരു ഡോറുണ്ട്. അതിനെക്കാട്ടിലും നല്ലൊരു വലിയ ഡോറ് സെൻട്രലിലുണ്ട്, ബസ്സിൻ്റെ സെൻട്രലിലുണ്ട്. അപ്പം ഡോർ ആദ്യം തുറക്കുന്നത് ഈ സെൻട്രലിലെ ഡോറാണ്. അപ്പം അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഇറങ്ങാനാണ്. അപ്പോൾ ആദ്യം തന്നെ ആൾക്കാർ ഇറങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഡോർ വഴി ആൾക്കാർ ഇറങ്ങത്തേ ഉള്ളൂ, നമുക്ക് കയറാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് ബസ്സിലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ ഈ ഏറ്റവും ഫ്രണ്ടിലുള്ള
ഡോറിൻ്റെ അവിടെ വന്ന് നിൽക്കണം. ആ ചെറിയ ഡോറിൻ്റെ അവിടെ വന്ന് ഞാൻ കണ്ടിട്ട് ആൾക്കാർ ക്യൂ ആയിട്ടൊക്കെയാണ് നിൽക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ പോലെ ഇടിയൊന്നുമില്ല. എത്ര ആൾക്കാരുണ്ടെങ്കിലും അവർ ക്യൂ ആയിട്ട് ആണ് അവിടെ ഫ്രണ്ടിൽ ബസ് കയറാനായിട്ട് നിൽക്കുന്നത്. അപ്പം ആൾക്കാരെല്ലാം ഇറങ്ങിയതിന് ശേഷം മാത്രമേ ഈ ഫ്രണ്ട് ഡോറ് തുറക്കത്തുള്ളൂ. നമുക്ക് ഈ നടുക്കത്തെ ഡോർ വഴി അകത്തോട്ട് കയറാനും പറ്റത്തില്ല. അത് ആൾക്കാർക്ക് ഇറങ്ങാനുള്ളൊരു ഡോറാണ്. അതുവഴി കയറാൻ പറ്റത്തില്ല. നമുക്ക് കയറണമെന്നുണ്ടെങ്കിൽ ഈ ബസ്സിൻ്റെ ഏറ്റവും ഫ്രണ്ടിൽ വരിക, അവിടെ വെയിറ്റ് ചെയ്യുക. ആൾക്കാരെല്ലാം ഈ നടുക്കലത്തെ ഡോറിൽ കൂടെ ഇറങ്ങിയതിന് ശേഷം ഈ ഫ്രണ്ടിലത്തെ ഡോറ് തുറക്കത്തുള്ളൂ. അതുമല്ല, വേറൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് സീറ്റില്ലെങ്കിൽ ആൾക്കാരെ കയറ്റത്തുമില്ല. അങ്ങനെയുണ്ട്. അതായത് ഇപ്പോൾ അതിനകത്ത് നിൽക്കാൻ പറ്റത്തില്ല. അവർ മൊത്തം ഒരു 82 അത്രയും ആൾക്കാർക്കേ അതിനകത്ത് പറ്റത്തുള്ളൂ. അപ്പം അതിൽ കൂടുതൽ ആൾക്കാരെ അതിനകത്ത് അവർ കയറ്റത്തില്ല, നിൽക്കാൻ അതിനകത്ത് സമ്മതിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഇവർ ആൾക്കാരെ എണ്ണിയാണ് കയറ്റുന്നത്. എണ്ണി കയറ്റിയിട്ട് അവസാനം കുറച്ച് കഴിയുമ്പോൾ അവർ പറയും ഓക്കെ കംപ്ലീറ്റ് ആയി എന്ന് പറഞ്ഞ് ഡോറങ്ങ് അടയ്ക്കും. അപ്പം നമ്മൾ പിന്നെ അടുത്ത ബസ്സിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ 1-2 തവണ എനിക്ക് സംഭവിച്ചിട്ടുണ്ട് ഇതുപോലെ. പിന്നെ ഞാനപ്പം 1-2 ബസ് സ്റ്റോപ്പ് അപ്പുറത്ത് പോയി നിന്ന് കയറും. അപ്പം നമുക്ക് അത്യാവശ്യം അന്നേരം വലിയ ആൾക്കാർ കാണത്തില്ല. അതുകൊണ്ട് നമുക്ക് യാത്ര ആണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഇതാണ് ഇന്നത്തെ മാലിയിലെ ഗതാഗതത്തിനെ കുറിച്ചുള്ള. അപ്പം ബസ്സാണെങ്കിൽ വളരെ വിലക്കുറവാണ്, ചീപ്പാണ് ഇവിടെ ബസ് എന്ന് പറയുന്നത്. ടാക്സി പക്ഷേ അത്യാവശ്യം നല്ല പൈസ നമ്മുടെ കയ്യിൽ നിന്ന് ആവും ടാക്സിക്ക് പോകാനാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ബസ്സും ടാക്സിയാണ് ഇവിടെ മെയിനായിട്ടുള്ള ഒരു ഗതാഗതം എന്ന് പറയുന്നത്. അപ്പം ഇന്നത്തെ ഈ വിശേഷം ബസ് ഗതാഗതം എങ്ങനെയായിരുന്നു എന്നാണ് നിങ്ങളുമായിട്ട് പങ്കുവച്ചത്. അപ്പോൾ നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത തവണ കാണാം. ബായ്.